സുഹൃത്തുക്കളെ നമസ്കാരം. ഗാന്ധിജിയുടെ അതായത് 20-ാം നൂറ്റാണ്ടിലെ മാനവ ചരിത്രത്തിൽ ഒരു പ്രവാചക തുല്യനായി തൻ്റെ ദർശനം അവതരിപ്പിക്കുകയും അത് സ്വയം ജീവിതത്തിൽ പ്രയോഗിച്ച് പ്രാവർത്തികമാണെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്ത മഹാത്മാഗാന്ധിയുടെ 156-ാം ജന്മദിനമാണ് ഈ ഒക്ടോബർ 2. 1869 അദ്ദേഹം ജനിച്ചത്. എന്തായാലും ഈ അസാധാരണ മനുഷ്യൻ്റെ 22-ാം നൂറ്റാണ്ടിലെ പ്രസക്തി അങ്ങനെയാണല്ലോ. ഓരോ മഹാരഥന്മാരും അവർ ജീവിച്ച കാലത്ത് പലപ്പോഴും അവഗണിക്കപ്പെട്ടവരായിരുന്നു. ഗാന്ധിജിക്ക് എന്തായാലും അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ ലോക ചരിത്രത്തിൽ അവർ ജീവിച്ചിരുന്ന കാലത്തെക്കാളും കൂടുതൽ അവരെ ഹൃദയത്തിലേറ്റ് വാങ്ങി കൊണ്ടു നടന്ന ആൾക്കാരെയാണ് യഥാർത്ഥത്തിൽ മഹാന്മാരെന്ന് പറയുന്നത്. അങ്ങനെയുള്ള മാനവ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാത്മാക്കളിൽ ഒരാൾ തന്നെയാണ് ഗാന്ധിജി എന്ന് എല്ലാവരും പറയും. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ അഹിംസാ സിദ്ധാന്തം, ഈ സത്യാഗ്രഹം, ഈ കുറേ കടുംപിടുത്തങ്ങൾ, അതേപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്തോടുള്ള അദ്ദേഹത്തിൻ്റെ നീരസം, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു വിപ്രതിപത്തി മുതലായതെല്ലാം എങ്ങനെയാണ് ഭാവി തലമുറകൾ, അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയും ഇനി ഭാവി തലമുറകളും കാണുന്നതെന്നും അതിലെന്തൊക്കെയാണ് ഈ മനുഷ്യകുലം നിലനിൽക്കുന്നിടത്തോളം കാലം നിലനിൽക്കുന്നത് എന്നും ഒരു പരിചിന്തനം ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും എൻ്റെ ഇത് പൂർണ്ണമായും ഒരു വേറിട്ട ചിന്തയാണ്. മാത്രമല്ല ഒരു പുതിയ കോണിലൂടെയുള്ള കാഴ്ചപ്പാടാണ്. അതായത് ഒരു നവദർശനമാണ് എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. അതുകൊണ്ട് തന്നെ ഇതുവരെ വിചാരിച്ച ആൾക്കാർ കരുതിയ പോലെയല്ല ഞാൻ ഈ കാര്യത്തിന് ഗാന്ധിജിയുടെ പ്രസക്തിയെ സമീപിക്കുന്നത്. എന്തായാലും നമുക്കെല്ലാവർക്കും അറിയാം, 20-ാം നൂറ്റാണ്ട് എന്നത് ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായ വളരെയധികം കുതിച്ചുചാട്ടങ്ങളുടെ ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഭൗതിക ശാസ്ത്രത്തിൽ, കെമിസ്ട്രിയിൽ, ഓർഗാനിക് കെമിസ്ട്രിയിൽ, അതേപോലെ ബയോളജിയിൽ ഒക്കെ വളരെ വലിയ കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടായതാണ്
ഇലക്ട്രിസിറ്റി, ഇലക്ട്രോൺസ്, ആറ്റം, ആറ്റമിക ശക്തി, ഇലക്ട്രോണിക് വസ്തുക്കൾ, ഇങ്ങനെ അതേപോലെ തന്നെ ആ കാലത്ത് ടെക്നോളജിയുടെ ഒരു കുതിച്ചുചാട്ടം നടന്ന കാലമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. നമ്മുടെ ജീവിത രീതിയിലും ജീവിത സൗകര്യങ്ങളിലും അഭൂതപൂർവമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയതാണ് യഥാർത്ഥത്തിൽ 20-ാം നൂറ്റാണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രത്തിൻ്റെ ഒരു മുന്നേറ്റമാണ് സാമാന്യ ആപേക്ഷികത എന്ന പ്രസിദ്ധമായ തത്വം ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ അവതരിപ്പിച്ചതും കണ്ടെത്തിയതും. ഞാൻ ആപേക്ഷിക ശാസ്ത്രത്തിൻ്റെ സാമാന്യ ആപേക്ഷികതയുടെയോ അല്ലെങ്കിൽ പ്രത്യേക ആപേക്ഷികതയുടെയോ ശാസ്ത്ര സംബന്ധിയായ കാര്യങ്ങളല്ല ഇവിടെ ഊന്നാൻ ഉദ്ദേശിക്കുന്നത്. അത് ഉണ്ടാക്കിയ മാറ്റങ്ങൾ, അത് ഈ സാമൂഹ്യ ബന്ധങ്ങളിൽ അത് വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ തത്വശാസ്ത്രത്തിൽ, സാമൂഹ്യ ശാസ്ത്രത്തിൽ, സാമൂഹ്യ വീക്ഷണങ്ങളിൽ ഒക്കെ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായിട്ട് ഗൗരവത്തോടു കൂടി തന്നെ ശ്രദ്ധിക്കണമെന്നും അതിലെന്തെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും അപാകതയോ സംശയമോ തെറ്റോ ഉണ്ടെങ്കിൽ പ്രത്യേകം അടിവരയിട്ട് അത് ഇതിൻ്റെ അവസാനത്തിൽ ചോദിക്കണമെന്നും ഉന്നയിക്കണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു. അപ്പോൾ അതിൽ ഈ സാമാന്യ ആപേക്ഷികത എന്നോ പൊതു ആപേക്ഷികത എന്നോ പറയുന്ന ഈ സംഭവത്തിലുള്ള ഏറ്റവും വലിയ പ്രധാന സാമൂഹ്യശാസ്ത്രപരമായ ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ കേവലമായ ഒരു സത്യമില്ല, അതായത് പെർമനൻ്റ് ആയിട്ടൊന്നുമില്ല എന്നുള്ളതാണ്. എല്ലാം, അതായത് സനാതനമായ ഒരു സത്യം എന്നത് ഒരിക്കലും നിർവചിക്കാനാവില്ല. ശരി, ട്രൂ, ഫാൾസ് ഒന്നും ആബ്സല്യൂട്ടല്ല. മാത്രമല്ല, എങ്ങനെയാണത്? അതൊക്കെ മാറുന്ന, ഈ പ്രപഞ്ചം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റം എന്നത് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമായ ഒരു മാനമാണ്. അതായത് നീളം, വീതി, ഉയരം എന്ന ന്യൂട്ടോണിയൻ ഫിസിക്സിലെ, ന്യൂട്ടോണിയൻ ഭൗതികശാസ്ത്രത്തിലെ ആ തത്വം അദ്ദേഹം പൊളിച്ചെഴുതി. അതിൽ മാറ്റം അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ അളവാണ് സമയം. ഈ മാറ്റം അല്ലെങ്കിൽ സമയം എന്ന 4-ാം മാനം കൂടി ഉണ്ടെങ്കിലേ ഒരു വസ്തു നിലനിൽക്കാൻ സാധ്യമുള്ളൂ. പ്രപഞ്ചത്തിൽ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിന്
അതീതമായതോ മാറ്റമില്ലാത്തതോ ആയ ഒരു വസ്തുവില്ല എന്ന ഒരു തത്വം പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനുള്ള ഒരു നിയമമായിട്ട് വരികയാണ്. മാത്രമല്ല, ഈ മാറ്റത്തിന് പ്രത്യേകിച്ചും ലോകം എല്ലായിടത്തും മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് എന്തായാലും അറിയാം. ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു, സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഈ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു, ചന്ദ്രൻ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെ. മാത്രമല്ല, പ്രപഞ്ചത്തിലെ ഈ ഗാലക്സി ആണെങ്കിലും ഒന്നായിട്ട് എങ്ങോട്ടൊക്കെ പറന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ മാറ്റം എന്നത് പ്രപഞ്ചത്തിലുണ്ട്. മാത്രമല്ല, മനുഷ്യ സമൂഹത്തിലെ സാമൂഹ്യ ബന്ധങ്ങളിലുണ്ടായ മാറ്റങ്ങൾ അതും തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യബന്ധങ്ങളുടെ തുടർച്ചയായ മാറ്റത്തിന് പ്രധാന കാരണമായത് നമുക്കെല്ലാവർക്കും അറിയാം, ഉപകരണങ്ങളാണ്. ഈ ഉപകരണങ്ങൾ പുതിയതായി കണ്ടെത്തുന്നതോടുകൂടി ആ ഉപകരണങ്ങളുടെ അടിത്തറയിലുള്ള ഈ സമൂഹം, അതായത് അതിൻ്റെ ഈ ജീവിത രീതി, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ ഉപകരണങ്ങളുടെ അടിത്തറയിൽ പണിതതാണ്. അപ്പോൾ ഉപകരണങ്ങൾ മാറുന്നതോടുകൂടി നമ്മുടെ സൂപ്പർ സ്ട്രക്ചറും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ജീവിത രീതിയും സമൂഹത്തിൻ്റെ തത്വശാസ്ത്രവും സമൂഹത്തിൻ്റെ ആചാര സ്വഭാവങ്ങളും ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും എന്നത് നമുക്കെല്ലാവർക്കും മനസ്സിലാവും. മാത്രമല്ല, ഈ ഉപകരണങ്ങൾക്കുള്ള ഒരു പ്രത്യേക പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഉപകരണങ്ങളൊക്കെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ മാറ്റവുമായി സിങ്ക്രണൈസ് ചെയ്യപ്പെടുന്നതാണ്, കാലികമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിലൊക്കെ തന്നെ ഈ മാറ്റത്തിനുള്ള പോലുള്ള ഒരു വികാസം, ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഉപകരണങ്ങൾ, ഒരു ഉപകരണം രണ്ടാമത്തെ ഉപകരണം ചിലപ്പോൾ അങ്ങനെ ഒരു ഉപകരണങ്ങളിൽ നിന്ന് പിന്നെ 2 ഉപകരണങ്ങൾ കണ്ടെത്തുന്നു, 2 ഉപകരണങ്ങളിൽ നിന്ന് 4 ഉപകരണങ്ങൾ, അങ്ങനെ ഒരുതരം ചരിത്രപരമായി ഒരു ബന്ധമുണ്ട് എന്നർത്ഥം. ഉദാഹരണമായിട്ട് ഈ ഉപകരണങ്ങൾ, ഇപ്പോൾ ആദ്യം ഉണ്ടായ ഉപകരണത്തിൽ നിന്ന്, അതായത് ആദ്യം ശിലായുഗത്തിലെ ശിലകളാവാം, അങ്ങനെ അതിൽ നിന്നാണ് പിന്നീട് ശിലകൾ കൂട്ടി വരച്ചിട്ട് തീയുണ്ടാക്കുന്നു. അങ്ങനെ തീ എന്ന ഉപകരണം ഉപയോഗിച്ചിട്ട് മറ്റു പലതും ഉണ്ടാക്കുന്നു. അങ്ങനെ ഈ എല്ലാ ഉപകരണങ്ങളും
പുതുതായിട്ട് ആധുനികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു ഉപകരണം നോക്കിയാലും അതുണ്ടാക്കിയത് അതിന് മുമ്പത്തെ ഒരു ഉപകരണം വെച്ചായിരിക്കും. ആ ഉപകരണം ഉണ്ടാക്കിയത് അതിന് മുമ്പത്തെ ഒരു ഉപകരണം വെച്ചായിരിക്കും. അങ്ങനെ 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 ഇന്ന് നാം ഉപയോഗിക്കുന്ന ഏതൊരു ഉപകരണവും കാലാതീതമായി പിന്നോട്ട് പോകുന്നതായി കാണാം. അങ്ങനെ ഈ ഉപകരണങ്ങൾ ആദ്യത്തെ മനുഷ്യൻ്റെ ശിലായുഗ ഉപകരണങ്ങളുടെയും കൂടി നേരിട്ടുള്ളതോ അല്ലെങ്കിൽ പരോക്ഷമായതോ ആയ ഒരു ബന്ധം നമുക്ക് ഈ ഉപകരണങ്ങൾ തമ്മിൽ കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ഉപകരണങ്ങൾ എടുത്തു നോക്കിയാലും ആ ഉപകരണം ഉണ്ടാക്കിയത് അതിനു മുമ്പായിരിക്കും. അതേപോലെ തന്നെ അതങ്ങനെ അങ്ങനെ 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 ഇതേ ഈ യഥാർത്ഥത്തിൽ ഈ ഉപകരണങ്ങൾ എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് വെറും കായിക അല്ലെങ്കിൽ ഭൗതിക ഉപകരണങ്ങൾ മാത്രമല്ല, എല്ലാ ഉപകരണങ്ങളും. മാനസിക ഉപകരണങ്ങളുണ്ട്, അർദ്ധ ഭൗതിക ഉപകരണങ്ങളുണ്ട്. ഈ എല്ലാ ഉപകരണങ്ങളും അനുസ്യൂതം മാറിക്കൊണ്ടിരിക്കുകയാണെന്നർത്ഥം. അതായത് ഈ ഉപകരണങ്ങളൊക്കെ തന്നെ ഒരു വർണ്ണരാജി പോലെ ഇങ്ങനെ മാറി 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 മാറിക്കൊണ്ടിരിക്കും. ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് വർണ്ണങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം മാറുന്നത് പോലെ ഈ നമ്മുടെ ഈ സൂര്യപ്രകാശത്തിൽ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ ഫ്രീക്വൻസി മാറുമ്പോൾ അതിൻ്റെ സ്വഭാവം മാറുന്നത് പോലെ നമ്മളെ ഈ ഉപകരണങ്ങളിലും കാലത്തിനനുസരിച്ച രീതിയിൽ സാമൂഹ്യ ബന്ധങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ജീവിത രീതികൾ ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മാറ്റത്തിൻ്റെ ദിശ. അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ സാമൂഹ്യ ബന്ധങ്ങൾക്ക് അത് മാറിക്കൊണ്ടേയിരിക്കുകയാണെന്ന് പറഞ്ഞു. മാറുന്നതൊക്കെ തന്നെ ആ കാലത്ത് ഉപയോഗിച്ച ഉപകരണങ്ങളുടെ അടിത്തറയിലാണെന്ന് പറഞ്ഞു. ഈ ഉപകരണങ്ങളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ മുമ്പുണ്ടായിരുന്ന ഉപകരണങ്ങളുടെ ഉൽപ്പന്നങ്ങളോ തുടർച്ചയോ ആണെന്നും പറഞ്ഞു. ഈ ചരിത്രപരമായ പരിപ്രേക്ഷ്യത്തിലാണ് സാമൂഹ്യ വികാസം ഉണ്ടെന്നും അതിൽ ഈ സാമൂഹ്യ വികാസം എന്നത് അനുസ്യൂതമായ മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ അനുസ്യൂതമായ ചലനത്തിൻ്റെ ഒരു തുടർച്ചയാണെന്നും അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ശാസ്ത്രീയമായിട്ട് നമുക്ക് ഈ മാറ്റങ്ങൾ എന്നത് സദിശമാണെന്നും, അതായത് സദിശം എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പ്രത്യേക ദിശയിൽ മാത്രം നീങ്ങുന്നതാണെന്നും. അതായത് ഉദാഹരണമായിട്ട് മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ചക്കക്കുരു നമ്മൾ കുഴിച്ചിട്ടാൽ അതിൽ അത് മുളച്ച് തൈയായി വലിയ മരമായി
വൃക്ഷമായി ചക്കയും ഇതൊക്കെ ഉണ്ടാവും എന്നല്ലാതെ തിരിച്ചതിന് അതൊരു മാറ്റമാണ്. തിരിച്ചതിന് എന്തില്ല, ഇങ്ങനെ വലിയൊരു മരത്തിന് തിരിച്ച് ചക്കക്കുരു ആവാൻ അതിന് കഴിയില്ല. അപ്പോൾ ഈ മാറ്റം എന്നത് സദിശമാണ്. അത് ഒരു നിർവചിക്കപ്പെട്ട, ഡിസൈൻ ചെയ്യപ്പെട്ട, പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു പാതയിൽ മാത്രമേ ഈ മാറ്റമുള്ളൂ. മാറ്റം സാർവത്രികമാണ് എന്ന് പറഞ്ഞാൽ തന്നെ ആ മാറ്റത്തിന് പ്രത്യേകമായ ഒരാസൂത്രണം അറിഞ്ഞോ അറിഞ്ഞാതെ പ്രകൃതിയിലുണ്ട്. അപ്പോൾ അത് ആ ഒരവസ്ഥയിലാണ് നമ്മൾ ഈ കാര്യത്തിനെ സമീപിക്കുന്നത് അർത്ഥം. അതായത് മാറ്റം എന്നത് പ്രപഞ്ചത്തിൻ്റെ സ്ഥായിയായ ഒരു അവസ്ഥയാണെങ്കിലും അതില്ലാതെ പ്രപഞ്ചത്തിന് നിലനിൽക്കാൻ കഴിയില്ല എന്നും ആണ് എന്ന സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ 4 ഡയമെൻഷണൽ തിയറി അടിസ്ഥാനമാക്കിയാണ് ഞാൻ ഗാന്ധിജിയെയും ഗാന്ധിസത്തെയും അതിൻ്റെ 22-ാം നൂറ്റാണ്ടിലുണ്ടാവുന്ന പ്രസക്തിയെയും പ്രാധാന്യത്തെയും വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇനിയുള്ള കുറച്ച് എപ്പിസോഡുകൾ ഈ കാര്യത്തെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നു. പറയുക മാത്രമല്ല, ഇത് ഈ ഒക്ടോബർ 2-ന് ഞാൻ ഈ ആശയം ഗുരുവായൂർ അല്ലെങ്കിൽ ചാവക്കാടുള്ള ഒരു ഗാന്ധി പീസ് ഫൗണ്ടേഷൻ്റെ ഒരു ഗ്രൂപ്പിൽ അവതരിപ്പിക്കണമെന്നും വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് നേരത്തെ തന്നെ അവർക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ പല സംശയങ്ങളും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാനും അത് ചർച്ച ചെയ്യാനും അവ്യക്തതകളും നീങ്ങി വ്യക്തത കൈവരിക്കാനും കൂടുതൽ കടഞ്ഞെടുക്കാനും ഒക്കെ കഴിയുമെന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ വിടുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്നവരൊക്കെ തന്നെ ഈ ഒക്ടോബർ 2-ന് ഉള്ള ഗാന്ധിജിയുടെ ഗാന്ധി ജയന്തിക്ക് നടക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പരിപാടിയിൽ സജീവമായി പങ്കെടുക്കണമെന്നും അതോടുകൂടി ഗാന്ധിസത്തെക്കുറിച്ചിട്ടുള്ള പുതിയ പരിപ്രേക്ഷ്യവും പുതിയ ഒരു സംവാദവും സൃഷ്ടിപരമായ സാമൂഹ്യ വികാസത്തിനും സാമൂഹ്യ ദർശനത്തിനും ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ തുടങ്ങാൻ ഉള്ള ഒരവസരമായിട്ട് ഇതിനെ ഉപയോഗിക്കണമെന്നും വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.